എല്ലാവരും മോഡ്യൂൾ 5 നോക്കേണ്ടിയിരിക്കണം. മോഡ്യൂൾ 5 വളരെ ഈസി ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൽ വെർച്വൽ മെമ്മറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സ്റ്റെപ്സ് റിക്വയർഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ടാസ്ക്. ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റെപ്സ്. ഇപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടാസ്ക്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സർ ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ്? സോ 6 സ്റ്റെപ്സ് ആർ റിക്വയർഡ്. ഫസ്റ്റ് വി റിക്വയർഡ് സേവ് ആക്റ്റീവ് ടാസ്ക് context and place in dormant state. ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ടാസ്കിനെ സേവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡോർമെൻറ്റ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. ആക്റ്റീവ് നിന്ന് ഡോർമെൻറ്റ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഫ്ലഷ് ക്യാഷെ. ഇപ്പോൾ ക്യാഷയിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അത് മുഴുവൻ ഫ്ലഷ് ചെയ്യുക. ഡി ക്യാഷെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആ ഡി ക്യാഷെ നമ്മൾ ഫ്ലഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെക്കാനിസം റൈറ്റ് ബാക്ക് പോളിസിയാണ്. അപ്പോൾ റൈറ്റ് ബാക്ക് പോളിസി ഉണ്ട്, റൈറ്റ് ത്രൂ പോളിസി ഉണ്ട്. അതിൽ നമ്മൾ റൈറ്റ് ബാക്ക് പോളിസി വെച്ചിട്ട് ഡി ക്യാഷെ ഫ്ലഷ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് ഫ്ലഷ് TLB. TLB കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ, അതിനെ ഫ്ലഷ് ചെയ്യുക. പിന്നെ MMU കോൺഫിഗർ ചെയ്തിട്ട് പുതിയ പേജ് ടേബിളിനെ ആക്സസ് ചെയ്യാം, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. പിന്നെ റീസ്റ്റോർ ദ കണ്ടക്സ്റ്റ് ഓഫ് ന്യൂ ടാസ്ക്, പിന്നെ റെസ്യൂം എക്സിക്യൂഷൻ. These are the 6 steps required to switch between tasks. അടുത്തത് എക്സ്പ്ലെയിൻ മൾട്ടി ടാസ്കിങ് MMU. MMUവിൽ വരുന്ന മൾട്ടി ടാസ്കിങ് ആണ്, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൽ വരുന്ന മൾട്ടി ടാസ്കിങ്. അത് ഒരു വലിയൊരു ഡയഗ്രാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാണ്. ആ ഡയഗ്രത്തിൽ വെർച്വൽ മെമ്മറി വേണം, പേജ് ടേബിൾ വേണം, ഫിസിക്കൽ മെമ്മറി വേണം. ഈ മൂന്നെണ്ണം വെച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുള്ള ഡയഗ്രാം എന്നാണ്. ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. വെർച്വൽ മെമ്മറി, പേജ് ടേബിൾ, ഫിസിക്കൽ മെമ്മറി. ഫോർ ആൻ എക്സാമ്പിൾ multitasking, we are taking 3 tasks, task 1, 2, 3. If task 1 is running, 2 and 3 will be in the dormant state, and if 2 is running, 1, 3 will be in the dormant state, and if the third task is running, then other 2, 1 and 2 will be in the dormant state. അപ്പോൾ ഈ ഓരോ ടാസ്കിനും യു ഷുഡ് ഗിവ് ഇറ്റ്സ് വെർച്വൽ മെമ്മറി, ഇറ്റ്സ് പേജ് ടേബിൾ, ഇറ്റ്സ് ഫിസിക്കൽ ടേബിൾ. സോ ഇത് മൂന്നിൻ്റെയും ഈ മൂന്നെണ്ണം വരുന്ന 3 ഡയഗ്രാം ഒരുമിച്ച് വരയ്ക്കുന്നതാണ് മൾട്ടി ടാസ്കിങ് MMU. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാമാണ്. അടുത്ത എക്സ്പ്ലെയിൻ ദ കോമ്പോണൻറ്റ്സ് ഓഫ് ARM MMU. ARM MMUവിൽ വരുന്ന കോമ്പോണൻറ്റ്സ്. ഇറ്റ് ഹാവ് മെയിൻലി 6 കോമ്പോണൻറ്റ്സ് ഇൻ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. പേജ് ടേബിൾ, obviously page table is required. Then translation look aside buffer, the domains and access permission. Then it requires caches and write buffer. Then a control register is required. Its name is CP15C1 is the control register required. Then fast context switch extension. These are the 6 components of an ARM memory management unit. Then different types of page table. Page table mainly 3 different types. Master, first one is master bar section, second one is fine, third one is course. Master, fine, course. And master is in the level 1, others 2 are in the level 2. Then level 1 is 16 KB size, and fine is 4 KB, last one is 1 KB memory size. And entry, how many entries we can make in those tables? If it's a master table, page table, it can have 4096 entries. If it's a fine page table, it have 1024 entries. And if it is a course type page table, it have 256 different entries. These are the different types of page tables. Then we look into what are the contents in L1 page table entry. L1 page table and L2 page table are there, 2 levels. L1 page table entries, 4 types of entries. 1 MB section, that's for translation entry. Then directory entry points to a fine L2 page table.
then a directory entry that points to a course L2 page table, then a fault entry for generating any abort statements. So we have L1 page table and L2 page table. Here we studied what are the contents in L1 page table entry. L1 page table entry ക്ക് 4 types of entries ആണുള്ളത്. ഒന്ന് ഒരു 1 MB സെക്ഷൻ ആണുള്ളത്. ആ 1 MB സെക്ഷൻ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ എൻട്രിക്കാണ്. എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള എൻട്രിയാണ് അത് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഡയറക്ടറി എൻട്രി എന്ന് പറഞ്ഞാൽ L1 പേജ് ടേബിളിൽ ഡാറ്റ ഇല്ലെങ്കിൽ L2 പേജ് ടേബിളിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. ഫസ്റ്റ് L1 പേജ് ടേബിളിൽ സെർച്ച് ചെയ്യുന്നു. ഇഫ് L1 പേജ് ടേബിളിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട അഡ്രസ്സിന് ഡീറ്റെയിൽ ഇല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ ടു L2 പേജ് ടേബിൾ. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ടറി സർവീസ്. അപ്പോൾ ഡയറക്ടറി എൻട്രി ടു പോയിൻറ്റ്സ് ടു എ ഫൈൻ L2. അപ്പോൾ ഫൈൻ L2ലേക്കും പോവാം, കോഴ്സ് L2ലേക്കും പോവാം. അപ്പോൾ അതാണ് 2ഉം 3ഉം. ലാസ്റ്റത്തത് ഫാൾട്ട് എൻട്രി. ആ ഫാൾട്ട് എൻട്രി ഗീവ്സ് അബോട്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ടൈപ്പിന് നമുക്ക് റീനെയിം ചെയ്ത് ഇങ്ങനെയും പറയാം. L1 പേജ് ടേബിളിൽ 4 എൻട്രീസ് ഇതൊക്കെയാണ്. ഒന്ന് സെക്ഷൻ എൻട്രി, 1 MB സൈസുള്ള സെക്ഷൻ എൻട്രി. രണ്ടാമത്തെ കോഴ്സ് പേജ് ടേബിൾ എൻട്രി. പിന്നെ ഫൈൻ പേജ് ടേബിൾ എൻട്രി, ഫാൾട്ട് പേജ് ടേബിൾ എൻട്രി. L1 പേജ് ടേബിൾ 4 സെക്ഷൻ എൻട്രി, കോഴ്സ്, ഫൈൻ ആൻഡ് ഫാൾട്ട്. അതിൻ്റെ 4 ഡയഗ്രാംസ് ഉണ്ട്. സെക്ഷൻ എൻട്രീൻ്റെ ഡയഗ്രാമാണ് ഫസ്റ്റത്തത്. 32 ബിറ്റ്സ് ആണ്. 0, 1, 2, 3, 4, 5 എക്സെട്ര അപ് ടു 31. അപ്പോൾ ഈ 31ൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ സെക്ഷൻ എൻട്രി, കോഴ്സ് പേജ് ടേബിൾ, ഫൈൻ പേജ് ടേബിൾ എൻട്രി 4 ഉണ്ട്. അത് 3 പറഞ്ഞിട്ടുള്ളൂ. 4 നമുക്ക് പഠിക്കണം. അപ്പോൾ ഓരോന്നിലും വരുന്ന ഫീൽഡ് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കണം. 0, 1, B, C, 1, ഡൊമൈൻ 0, ആക്സസ് പെർമിഷൻ, SB സെറ്റ് എന്നാൽ ഷുഡ് ബി 0, ദെൻ ബേസ് അഡ്രസ്. അപ്പോൾ ബേസ് അഡ്രസ്സ് എല്ലാത്തിലും വേണം. പിന്നെ ഇവിടുത്തെ ഫീൽഡുകളൊക്കെയാണ് മാറ്റേണ്ടത്. SB സെറ്റ്, ആക്സസ് പെർമിഷൻ, ഡൊമൈൻ ഏത് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ കോഴ്സ് ക്യാഷെ ആണോ ബഫറാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 4 ഡയഗ്രാം 4 വരും. അപ്പോൾ 4 ഡയഗ്രാമാണ് നമുക്ക് അതിനകത്ത് വരച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്ഷൻ എൻട്രിയും കോഴ്സ് പേജ് ടേബിൾ എൻട്രി തമ്മിൽ ഇവിടെ 0, 1 തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ SB സെറ്റ് വരുന്നുണ്ട്. ബാക്കി ഇവിടെ ഒരു വലിയൊരു ഫീൽഡ് വരുന്നത് ബേസ് അഡ്രസ്സിനായിരിക്കും വരുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് L2. ഇപ്പോൾ L1 പേജ് ടേബിൾ എൻട്രി നമ്മൾ പഠിച്ചു. L1 പേജ് ടേബിൾ എൻട്രീൻ്റെ ഡയഗ്രാംസ് ഉണ്ട്. 4 ടൈപ്സ് ഉണ്ട് അതിൻ്റെ ഡയഗ്രാംസ്. അതുപോലെ തന്നെ L2 പേജ് ടേബിൾ എൻട്രി 4 ടൈപ്സ് ആണ്. ലാർജ് പേജ് എൻട്രി ഉണ്ട്. അത് 64 KB ആണ് സൈസ്. പിന്നെ സ്മോൾ ഉണ്ട് 4 KB. പിന്നെ ടൈനി ഉണ്ട് 1 KB. ദെൻ ഫാൾട്ട് പേജ്. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെതും അതായത് L2 പേജ് ടേബിൾ എൻട്രീൻ്റെത് 4 ഡയഗ്രാം, L1 പോലെ തന്നെ 4 ഡയഗ്രാംസ് ഉണ്ട്. ആ 4 ഡയഗ്രാംസ് സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് പഠിക്കാം. ഇനി അടുത്തത് മെമ്മറി ഓർഗനൈസേഷൻ ഇൻ MMU. MMUവിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ ഡയഗ്രാം ഞാൻ ഇതിൽ വരച്ചിട്ടില്ല. അപ്പോൾ ഡയഗ്രത്തിൽ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വെർച്വൽ മെമ്മറി ഉണ്ടാക്കണ അതേ കൺസെപ്റ്റ്. വെർച്വൽ മെമ്മറിയിൽ നിന്ന് ഫിസിക്കൽ മെമ്മറിയിലേക്ക് MMU വഴി പോകുന്ന ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ അതിൽ വെർച്വൽ മെമ്മറി വേണം, MMU വേണം, ഫിസിക്കൽ മെമ്മറി വേണം. വെർച്വൽ മെമ്മറിയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ടാസ്ക് ഉണ്ട്. MMUവിൽ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ ഉണ്ട്. ഫിസിക്കൽ മെമ്മറിയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ടാസ്ക് 1 ഉണ്ട്, ടാസ്ക് 2, ടാസ്ക് 3. എത്ര ടാസ്ക് വേണമെങ്കിലും അവിടെ കൊടുക്കാം. ഇവിടെ അറ്റ് എ ടൈം വെർച്വൽ മെമ്മറിയിൽ ഒരു ടാസ്ക്കാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ MMU ഉണ്ട്. ഫിസിക്കൽ മെമ്മറിയിൽ ഒന്നിലേറെ ടാസ്കുകൾ ഉണ്ടായിരിക്കാം. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ.